ഹായ് സുഹൃത്തുക്കളെ, കൃഷ്ണാസാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ സെയിലിന് എപ്പോഴും വിത്തുകളുടെ പോസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ വരുന്ന കമൻറ്റുകളാണ് വിത്ത് മുളയ്ക്കില്ല, അല്ലെങ്കിൽ തട്ടിപ്പാണ്, കിളിക്കില്ല, അല്ലെങ്കിൽ മുളച്ച് കഴിഞ്ഞാൽ കായ്ഫലം കിട്ടില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ കാണാറുണ്ട്. പലരും വിത്തുകൾ മുളപ്പിക്കുന്നത് വെച്ചാൽ പല രീതിയിലാണ്. ചിലവരാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ടേക്കുക, അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലിട്ടേക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വിത്ത് ഇപ്പോൾ ഉള്ള വിത്തുകളൊക്കെ പെട്ടെന്ന് മുളയ്ക്കുന്ന വിത്തുകളാണ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. നേരിട്ട് ഒന്നുമില്ലെങ്കിൽ മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നടാം. ഇപ്പം ഞാനിവിടെ പേപ്പർ ഗ്ലാസ്സിലാണ് മുളപ്പിക്കാൻ പോകുന്നത്. പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വാങ്ങി നിറച്ചിട്ടാണ് ഇതിൽ മുളപ്പിക്കുന്നത്. അതായത് നമ്മുടെ നഴ്സറിക്കാരൊക്കെ ഈ ട്രേകളിലൊക്കെ പച്ചക്കറി തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിറയ്ക്കുന്ന പോട്ടി മിശ്രിതമാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു കിലോന് 25-30 രൂപയൊക്കെയാണ് ഇതിന് വില വരുന്നത്. നമുക്ക് വളപ്പീടികയിലും അതുപോലെ ചകിരിച്ചോറ് വിൽക്കുന്ന കടകളിലൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. അപ്പം ഞാനിവിടെ ആണല്ലേ വള്ളി ബീൻസിൻ്റെ വിത്താണ് കേട്ടോ. അപ്പോൾ വള്ളി ബീൻസിൻ്റെ വിത്ത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നടാൻ പോകുന്ന ഐറ്റത്തിൻ്റെയൊക്കെ പേര് ഈ പേപ്പർ ഗ്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ള കളറുള്ള വിത്ത് വാളമരയുടെ വിത്താണ് കേട്ടോ. വള്ളി വാളമരയുടെ വിത്താണ്. അതേപോലെ തന്നെ നമ്മൾ ചൊരയ്ക്ക വിത്തും പിന്നെ പീച്ചലിൻ്റെ വിത്ത്, വെണ്ടയുടെ വിത്തൊക്കെ നമ്മൾക്ക് മുളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട വിത്തുകളൊക്കെ ഞാൻ മുളപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എത്ര വിത്ത് നമുക്ക് മുളയ്ക്കുന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഇത് കുക്കുംബറിൻ്റെ വിത്താട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സീഡ് ട്രേ വാങ്ങിയിട്ട് ആ സീഡ് ട്രേയിൽ നമുക്ക് ഇതേപോലെ വിത്തുകൾ ഇട്ടിട്ട് മുളപ്പിക്കാൻ പറ്റും. ഒരു ട്രേയിലാണെങ്കിൽ നമുക്ക് 98 വിത്തുകൾ ഒരുമിച്ച് നമുക്ക് മുളപ്പിക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വിത്ത് മുളപ്പിക്കാൻ ഇട്ട ശേഷം പിന്നെ മഴ കൊള്ളുന്ന രീതിയിൽ ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കും. നല്ലൊരു മഴ കൊണ്ടാൽ തന്നെ ഈർപ്പം കൂടിക്കഴിഞ്ഞാൽ വിത്തുകൾ അഴുകിപ്പോവും. പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ വിത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ തൈയാണെങ്കിലും വിത്താണെങ്കിലും ചീഞ്ഞു പോവും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഗ്രോ ബാഗിലും അതുപോലെ ചട്ടിയിലും ഒക്കെ നമ്മൾ മുളപ്പിക്കുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് എങ്ങനെ മുളപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് തൈകൾ പെട്ടെന്ന് വേര് പൊട്ടാത്ത രീതിയിൽ നമുക്ക് മാറ്റി നടാനും എളുപ്പമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് പാവലിൻ്റെ വിത്താണ് കേട്ടോ. അപ്പോൾ പാവലിൻ്റെ വിത്തൊക്കെ ഞാൻ 3 വെച്ചിട്ടുണ്ട്. ഇത് കുക്കുംബറിൻ്റെ വിത്താണ്. ഇപ്പോൾ കുക്കുംബറിൻ്റെ വിത്താണെങ്കിലും പേപ്പർ ഗ്ലാസ്സിൽ 3 വെച്ചിട്ട് നട്ടിട്ടുണ്ട്. നമുക്ക് വലിയ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ കുക്കുംബറിൻ്റെ തൈ 2-3 തൈയൊക്കെ നമുക്ക് മാറ്റി നടാൻ പറ്റും. അതേപോലെ തന്നെ ആളുകൾ ചെയ്യുന്ന വേറൊരു ശരിക്കും വിത്ത് മുളപ്പിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു അബദ്ധം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പോയിട്ട് പറമ്പിൽ വിത്ത് നടുക. ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മുടെ മണ്ണ് ഉറച്ച മണ്ണാണ്. അതുപോലെ തന്നെ നമ്മൾ പറമ്പിൽ നട്ട ശേഷം നല്ലൊരു മഴ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ വിത്തുകൾ അഴുകിപ്പോവും. അപ്പോൾ പ്രത്യേകം നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിത്ത് കിട്ടിക്കോട്ടെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കൊള്ളാത്ത രീതിയിൽ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് വിത്തുകൾ മുളപ്പിച്ച് തൈകൾക്കൊരു 4 ഇല വരുന്ന സമയത്ത് നമുക്ക് മാറ്റി നടാം. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു 4 ഇല വരുന്ന സമയമാകുമ്പോൾ നമുക്കത് മഴ കൊണ്ടാലും അത് താങ്ങാനുള്ള ശേഷി ആ തൈകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണല്ലോ, ഇത് പയറിൻ്റെ വിത്താട്ടോ. പയറിൻ്റെ വിത്തൊക്കെ 3 വെച്ചിട്ട് ഞാനൊരു പേപ്പർ ഗ്ലാസ്സിൽ നടുന്നുണ്ട്. നമ്മുടെ നാടൻ പയറിൻ്റെ വിത്താണ്. അപ്പോൾ ഒരുപാട് വിത്തുകളൊക്കെ നിങ്ങൾക്ക് മുളപ്പിക്കാനുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് സീഡ് ട്രേ വാങ്ങുക. അപ്പോൾ ഒരു ട്രേക്കാണെങ്കിൽ 15-20 രൂപ വരിക. ഒരുമിച്ച് നമുക്ക് 98 വിത്തുകൾ മുളപ്പിക്കാൻ പറ്റും. അതായത് മുളക് വിത്തുകളാണെങ്കിലും അതേപോലെ ചെറിയ വഴുതനങ്ങയുടെ വിത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മുതൽ 10 ദിവസം വരെ എടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ട്രേയിൽ മുളപ്പിക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ പയർ, പാവൽ, പടവലം, ചൊരയ്ക്ക അങ്ങനത്തെ വലിയ വലിയ വിത്തുകൾക്ക് നമുക്ക് പേപ്പർ ഗ്ലാസ്സിൽ മുളപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് തൈകൾ മാറ്റി നടാനും പറ്റും. പിന്നെ നിങ്ങൾ ട്രേയിലാണ് ഇത് പാവുന്നുണ്ടെങ്കിൽ ട്രേയിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ നിറയ്ക്കണം കേട്ടോ. വേറെ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ആണെന്നുണ്ടെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നിറയ്ക്കാം. നമ്മുടെ ട്രേയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് തന്നെ വേണം. എങ്കിൽ നമുക്ക് ഇതേപോലെ വിത്തുകൾ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഈ ഒരു പോട്ടി മിശ്രിതം മുകളിൽ ചെറുതായിട്ട് വെതറി കൊടുത്താൽ മതി. ഇപ്പോൾ വിത്തുകൾ നമുക്ക് നട്ട ശേഷം നമുക്ക് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് സൈഡിൽ വെക്കാം. ബാക്കിയുള്ള വിത്തുകൾ ഞാൻ ഈ ചട്ടിയിലും കൂടി പാവയും മുളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ പാവിയിട്ടുണ്ട്. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ടില്ലേ, 3 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കണ്ടില്ലേ നമുക്ക് ആ വെണ്ട വിത്തും അതേപോലെ
പയർ വിത്തൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഇങ്ങനെ മുള വന്നുകൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ പയർ, വെണ്ട, കുക്കുംബർ ഇതൊക്കെ ചെറിയ രീതിയിൽ, വാളമര ചെറിയ രീതിയിൽ മുളച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ നല്ല ഇത് കുക്കുംബറാണ്. വള്ളിയമരയൊക്കെ ചെറിയ രീതിയിൽ മുള വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ പാവിയ കുറച്ച് വിത്തുകളുണ്ട്, പയറും വള്ളിയമരയും വള്ളി ബീൻസും പിന്നെ കുറച്ച് കുക്കുംബറിൻ്റെ വിത്തും. അപ്പോൾ അതും മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം 7 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്ന്. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടോ അല്ലേ, നമ്മുടെ വിത്തുകളൊക്കെ നല്ല രീതിയിൽ എല്ലാം മുളച്ചിട്ടുണ്ട്. ട്രേയിൽ പാവിയ പീച്ചിൽ, ചൊരയ്ക്ക, പാവൽ, വെണ്ട, വള്ളി ബീൻസ്, വാളമര, അതേപോലെ നമ്മുടെ കുക്കുംബർ എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ മുളയ്ക്കുന്ന വിത്തുകൾ നമ്മൾ കൊടുത്തിട്ട് ഒന്നും മുളയ്ക്കാത്ത ആളുകളുണ്ട്, വളരെ അപൂർവം ചില ആളുകളുണ്ട്. അവരാണ് നമ്മൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ മഴ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിത്തുകൾ ചീഞ്ഞ് പോവും, ഒന്നും മുളയ്ക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് ഒരു വിത്ത് മുളയ്ക്കാത്തത്. ശരിക്കും നമുക്ക് ചെറിയൊരു ഈർപ്പം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓവറായിട്ടുള്ള വെള്ളം തന്നെ അല്ലെങ്കിൽ മഴ കൂടുതലൊക്കെ ആണെങ്കിൽ വിത്തുകൾ മുളയ്ക്കില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വിത്തുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ മുളയ്ക്കാത്ത വിത്തുകളെന്ന് പറയുന്നത് വളരെ റെയറായിട്ട് നമുക്ക് ഏകദേശം ഒരു 95% വിത്തുകളും മുളച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ വാളമര, നമ്മുടെ വള്ളിയമരൊക്കെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മാറ്റി നടാൻ പറ്റും. ഇപ്പോൾ ഈ ട്രെയിൽ മുളപ്പിച്ചേക്കാണ്ടല്ലേ, നിങ്ങൾക്ക് കണ്ടില്ലേ, ട്രെയിൽ മുളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി തൈകളൊന്ന് പിടിച്ച് പൊക്കിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ള് വേരുൾപ്പെടെ നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. വാളമര, വള്ളിയമര അതൊക്കെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാവലൊക്കെ വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നടാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പറമ്പിൽ തടെടുത്തിട്ടോ നമുക്കിതൊക്കെ നടാൻ പറ്റും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വിത്തിൻ്റെ ക്വാളിറ്റി പക്കയാണ്. വിത്തിൻ്റെ ക്വാളിറ്റി കാരണം നമുക്ക് വിത്ത് മുളയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കായ കിട്ടാതിരിക്കുകയോ ചെയ്യില്ല. കാരണം അത്രയും നല്ല രീതിയിൽ നമുക്ക് തൈകൾ ആയി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാ വിത്തുകളും നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും കേട്ടോ. അതേപോലെ ഗൂഗിൾ പേ ചെയ്യേണ്ടവർക്ക് ഗൂഗിൾ പേ ചെയ്യാം.